ജെഫ്രി എപ്സ്റ്റീൻ. ഈ പേര് കേൾക്കുമ്പോഴേ അധികാരവും രഹസ്യങ്ങളും പിന്നെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളുമൊക്കെയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? ലോകത്തെ പിടിച്ചുകുലുക്കിയ ഈ കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? 2019 അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ മുറിയില് ജെഫ്രി എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അപ്പം മുതൽ ലോകം മുഴുവൻ ഒരേയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്: ഇത് ശരിക്കും ഒരു ആത്മഹത്യ ആയിരുന്നോ, അതോ ഒരു കൊലപാതകമോ? ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഇത് ആത്മഹത്യയാണെന്നാണ്. പക്ഷേ സാധാരണക്കാർക്കിടയിൽ ഇത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. അതിനൊരു കാരണമുണ്ട്. എപ്സ്റ്റീൻ മരിച്ച ആ സമയത്ത് ആ ജയിലിലെ CCTV ക്യാമറകൾ ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ലത്രേ. കേൾക്കുമ്പോൾ തന്നെ ഒരു പന്തികേടില്ലേ? അപ്പോ ഈ മരണത്തിലെ ദുരൂഹത അവിടെ നിൽക്കട്ടെ. നമുക്കാദ്യം ഇദ്ദേഹം ആരായിരുന്നു എന്നതിലേക്ക് വരാം. ആരായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ? എങ്ങനെയാണ് സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്രയും വലിയ അധികാരവും സ്വാധീനവുമൊക്കെ കിട്ടിയത്? എപ്സ്റ്റീന്റെ വളർച്ച ശരിക്കും പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന ഒന്നായിരുന്നു. വെറുമൊരു സ്കൂൾ ടീച്ചറായിട്ടാണ് കരിയർ തുടങ്ങുന്നത്. അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെയൊക്കെ ഫൈനാൻഷ്യൽ അഡ്വൈസറായി മാറി. ഈ ഒരു യാത്ര കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചത് കോടിക്കണക്കിന് ഡോളറാണ്. പക്ഷേ പണമായിരുന്നില്ല എപ്സ്റ്റീന്റെ ഏറ്റവും വലിയ പവർ. അത് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് ആയിരുന്നു. ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റുമാർ വരെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു. ലോകത്തെ വമ്പൻ നേതാക്കന്മാരും ബിസിനസ്കാരും എല്ലാവരും ആ ലിസ്റ്റിലുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് എപ്സ്റ്റീന്റെ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രത്തിലേക്ക്, കാരിബിയൻ കടലിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം സ്വകാര്യ ദ്വീപിലേക്ക്. ആ ദ്വീപിന്റെ പേര് ലിറ്റിൽ സെന്റ് ജെയിംസ്. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും അതൊരു സ്വർഗമായിട്ടേ തോന്നൂ. പക്ഷേ ആ സൗന്ദര്യത്തിനു പിന്നിൽ ഒളിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്കായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മുഖം മൂടിയിട്ട നരകം. അപ്പോ ആരൊക്കെയാണ് ഈ ദ്വീപിൽ വന്നിരുന്നതെന്നറിയണ്ടേ? കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്, ഹോളിവുഡ് നടൻ ക്രിസ് ടക്കർ. ലിസ്റ്റ് അങ്ങനെയങ്ങ് നീണ്ടുപോവുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്ര വലുതായിരുന്നു എന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇയാൾക്ക് എങ്ങനെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി? അതാണ് അടുത്ത ചോദ്യം. അദ്ദേഹത്തിനെതിരെയുള്ള ആദ്യത്തെ കേസ് വളരെ നിസ്സാരമായി ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് 2005-ലാണ്. ഫ്ലോറിഡയിൽ 14 വയസ്സുള്ളൊരു പെൺകുട്ടി ആദ്യമായി പരാതി കൊടുത്തു. പക്ഷേ 2008 ആയപ്പോഴേക്കും ഒരു രഹസ്യ കരാറുണ്ടാക്കി കേസ് ഒതുക്കി. കിട്ടിയ ശിക്ഷയോ വെറും 18 മാസം. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് 2019-ലാണ് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുന്നത്. ആ രഹസ്യ കരാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കാരണം. അന്നത്തെ ഫെഡറൽ അറ്റോർണി അലക്സാണ്ടർ അക്കോസ്റ്റയുമായി ഉണ്ടാക്കിയൊരു ഡീൽ. ആ ഒരൊറ്റ ഡീലുകൊണ്ട് എപ്സ്റ്റീൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഫെഡറൽ കുറ്റങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. പണമുണ്ടെങ്കിൽ നിയമത്തെ എങ്ങനെ വളയ്ക്കാമെന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണം. 18 മാസം. അതും എങ്ങനെയുള്ള ജയിൽവാസമെന്നറിയുമോ? 5 സ്റ്റാർ സൗകര്യങ്ങളുള്ള ഒരിടത്ത്. പകൽ സമയത്ത് സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ വരെ പെർമിഷനുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ശിക്ഷയാണോ അതോ വെക്കേഷനാണോ എന്നാരും സംശയിച്ചു പോകും, അല്ലേ? ശരി, ഇനി നമുക്ക് ഈ കഥയുടെ ഏറ്റവും പുതിയ ഭാഗത്തേക്ക് വരാം. അതായത് ഇപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക്. ഒരു പുതിയ അന്വേഷണം തുടങ്ങി. രഹസ്യ ഫയലുകൾ ഓരോന്നായി പുറത്തുവരുന്നു. ഇതിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്നാണ് തോന്നുന്നത്. ഈ കേസ് വീണ്ടും പൊങ്ങി വന്നതിന് പിന്നിൽ ജൂലി കെ ബ്രൗൺ എന്നൊരു ജേർണലിസ്റ്റിന്റെ ധീരമായ ഇടപെടലുണ്ട്. അവരുടെ അന്വേഷണാത്മക റിപ്പോർട്ടുകളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ എപ്സ്റ്റീന്റെ രഹസ്യങ്ങളെല്ലാം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെട്ടേനെ. അങ്ങനെയിരിക്കുമ്പോഴാണ് ഇതിലേക്ക് രാഷ്ട്രീയവും കടന്നുവരുന്നത്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊരു വാഗ്ദാനം കൊടുത്തു: ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടും. ട്രംപും എപ്സ്റ്റീനും തമ്മിൽ ഏകദേശം 20 വർഷത്തോളം നീണ്ട ഒരു സൗഹൃദമുണ്ടായിരുന്നു. മാത്രമല്ല, ട്രംപ് പല പ്രാവശ്യം എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 2025-ൽ ചില ഫയലുകൾ പുറത്തുവിടുകയുണ്ടായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും കറുത്ത മഷി കൊണ്ട് മറച്ച നിലയിലായിരുന്നു. അപ്പോ പിന്നെന്ത് കാര്യം? ഇത് കൂടുതൽ സംശയങ്ങളുണ്ടാക്കുകയേ ചെയ്തുള്ളൂ. ഇപ്പോഴും ലക്ഷക്കണക്കിന് രേഖകൾ പുറത്തുവരാൻ ബാക്കിയുണ്ട്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ രഹസ്യങ്ങളുടെ കെട്ടഴിയുമ്പോ ഇനിയും എന്തൊക്കെ പേരുകളായിരിക്കും നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്? അടുത്തതാരുടെ പേരായിരിക്കും?